എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ക്രിസ്മസ് ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. അതായത് ക്രിസ്മസ് ഡെക്കോറാണ്. അപ്പം ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വുളൻ ത്രെഡാണ് വേണ്ടത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. കളർ കോമ്പിനേഷനായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. ഞാനിപ്പം റെഡും യെല്ലോ ആണ് മിക്സ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേണ്ടുന്നത് ഒരു ടിഷ്യൂ റോളാണ്. അപ്പോൾ ടിഷ്യൂ റോളിനെ ഇതുപോലെ ഒരു ചെറിയൊരു റൗണ്ട് പീസ് കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഈ റെഡ് വുളൻ ത്രെഡ് നമ്മൾ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു 10 എണ്ണം കട്ട് ചെയ്യണം. 15 ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ്. ഒരു 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെയുള്ള നീളം മതിയാവും. ഞാൻ ആദ്യം ഇതൊന്ന് 10 പീസ് കട്ട് ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ ഇതാ 10 പീസ് നൂല് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ പീസും, അതായത് ഒരു നൂലെടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ ഈ റിങ്ങിൽ കൂടെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ടിഷ്യൂ റോളിൻ്റെ റിങ്ങില്ലേ, അതിലേക്ക് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ്, ജസ്റ്റ് നോക്കി കാണുമ്പം മനസ്സിലാവും. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ 2 പീസായിട്ട് മടക്കുക. എന്നിട്ട് ആ മടക്കിയ ഭാഗം നമ്മൾ ഈ നമ്മുടെ റിങ്ങിൽ കൂടെ ഒന്ന് ചുറ്റിയിട്ട് ആ മടക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതുപോലെ. പിന്നെ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഒരേ സൈഡിലേക്ക് തന്നെ ചുറ്റാൻ ശ്രമിക്കുക. അതായത് ഒരു കെട്ട് മുകളിലേക്കും ഒരു കെട്ട് താഴേക്കും ആയിട്ട് ഇടാതെ ശ്രദ്ധിക്കുക. ഒരു ക്ലോസപ്പ് ഷോട്ടും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ വെച്ചിട്ട് ഈ റിങ്ങിന് ചുറ്റിയിട്ട് എന്താ പറയുക, നൂലിൻ്റെ ഇടയിൽ കൂടെ നമ്മളിത് പുറത്തേക്ക് എടുക്കുമ്പം അവിടെ ഒരു കെട്ടായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ ആ 10 ത്രെഡും ഞാൻ ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു പാറ്റേൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇനി യെല്ലോ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെഡ് തന്നെ മൊത്തമായിട്ട് ചുറ്റിയെടുക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ റെഡും യെല്ലോവും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ യെല്ലോനെയും 10 എണ്ണം എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കട്ടെ. എന്നിട്ട് പിന്നെ വീണ്ടും റെഡും വീണ്ടും യെല്ലോ ആണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു റിങ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ മൊത്തമായിട്ട് ചുറ്റിയെടുത്തു. കുറച്ച് റെഡ്, കുറച്ച് യെല്ലോ, കുറച്ച് റെഡ്, അങ്ങനെയാണ് ചുറ്റിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മുകളിലേക്ക് വന്ന ആ ഒരു ബാക്കി ഭാഗമില്ലേ, അതിനെ മൊത്തമായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. അപ്പം ഇങ്ങനെയാണ് എടുക്കേണ്ടത്.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് നമ്മൾ പുഷ് ചെയ്ത ആ ഒരു സൈഡിൽ ഒരു ഹോൾ പോലെ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പം ഇനി നമ്മൾ ഈ എടുത്തിരിക്കുന്ന നൂലൊക്കെ ഉണ്ടല്ലോ, ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന നൂലുകളെ ഒക്കെ കൂടിയിട്ട് നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കാം. അത് ഞാൻ യെല്ലോ ത്രെഡ് വെച്ചിട്ടാണ് കെട്ടിടുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ചുറ്റിയിട്ട് കെട്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ മുകളിലേക്ക് ഇരിക്കുന്ന നൂലുകളൊക്കെ ഒന്ന് ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു കുഴി പോലെ ഉണ്ട്. ആ കുഴിയിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോട്ടൺ പീസ് എടുക്കണം. എന്നിട്ട് ആ കോട്ടൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വന്ന നൂലുകളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്മസ് ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു ഹാറ്റാണ്, വൂളൻ ഹാറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു കെട്ടിട്ടിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാം. കേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.